എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയുന്നതിനായിട്ട് result.kite.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ SSLC പരീക്ഷാഫലം അറിയാൻ സാധിക്കും. അതിനുശേഷം അവിടെയുള്ള പ്രിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടിൻ്റെ ആ ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ടും ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. നിലവിൽ സ്കൂൾ വൈസ് റിസൾട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇവിടെ സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് നൽകിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ ഒരു റിസൾട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാനായിട്ട് ഏകദേശം വൈകിട്ട് 5 മണിയോ അല്ലെങ്കിൽ 6 മണിയോ ഒക്കെ ആകും. അപ്പോൾ അതിനുശേഷം ആ റിസൾട്ട് ലഭ്യമാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതായത് ഈ റിസൾട്ട് കിട്ടുന്ന സമയത്ത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഈ ഒരു നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ജയിച്ചിട്ടുണ്ടോ, അതുപോലെ എത്ര A+ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ സ്കൂൾ കോഡ് നൽകാനായിട്ടുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ സ്കൂൾ കോഡ് നൽകാനുള്ള പേജ് കാണാം, അതായത് ഒരു ബോക്സ് കാണാൻ പറ്റും. അതിൽ സ്കൂൾ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ആ സ്കൂൾ കോഡ് അറിയണമെങ്കിൽ SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സൈഡിൽ നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ റവന്യൂ ജില്ലയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിലെ, അതായത് ആ ഒരു എഡ്യൂക്കേഷൻ ജില്ലയിലെ സ്കൂളുകളുടെ ലിസ്റ്റ് കാണാൻ പറ്റും. അതിൽ സ്കൂളിൻ്റെ കോഡ് നൽകിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ആ ഒരു പേജിൽ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ടും അറിയാൻ സാധിക്കും. റിസൾട്ട് ലഭ്യമാകുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.